മലയാള സിനിമാ ലോകത്തെ എന്നും വിസ്മയങ്ങൾ തീർക്കുന്ന നടനാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. ഇപ്പോഴത്തെ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 30 വർഷം പിന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. നിലവിൽ 72കാരനായ മമ്മൂക്ക പുതിയ ചിത്രത്തിന് വേണ്ടിയാണ് പുതുമയുള്ള മാറ്റത്തിലേക്ക് ചുവടുവെക്കുന്നത്. സംവിധായകനും തിരക്കഥാകൃത്തുമായ ബി ഉണ്ണികൃഷ്ണനാണ് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെറുപ്പക്കാരനായ മമ്മൂട്ടിയെ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ് ഈ സിനിമ എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. കൊച്ചിയിലെ നിയോ ഫിലിം സ്കൂളിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് പുതിയ ചിത്രത്തെക്കുറിച്ചുള്ള സൂചനകൾ ബി ഉണ്ണികൃഷ്ണൻ നൽകിയത്. അദ്ദേഹം ഇപ്രകാരമാണ് സംസാരിച്ചത്. AI സാങ്കേതിക വിദ്യ വല്ലാതെ കൺട്രോൾ ചെയ്യുന്ന കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മലയാളത്തിൽ അടുത്തതായി ഉണ്ടാകാൻ പോകുന്ന ഒരു സിനിമയുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. അതിനകത്ത് 4 സീനിലോളം മമ്മൂട്ടി അഭിനയിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് അഭിനയിക്കേണ്ടത് ഒരു 30 അല്ലെങ്കിൽ 40 വർഷം മുമ്പുള്ള ഒരു സിനിമാ ചിത്രീകരണത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നതായിട്ടാണ്. അത് പൂർണ്ണമായും AIയിൽ ക്രിയേറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്നും അതിനുള്ള സമ്മതം ആ പ്രൊഡക്ഷൻ കമ്പനി വാങ്ങുകയും ചെയ്തു കഴിഞ്ഞു. ഈ ചിത്രത്തിൽ ഒരു ദിവസം പോലും മമ്മൂട്ടി ലൊക്കേഷനിൽ എത്തേണ്ടതില്ല. അദ്ദേഹത്തെ ഡിജിറ്റലായി പൂർണ്ണമായും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ഇത്തരത്തിലൊരു മാറ്റത്തെക്കുറിച്ച് ചിന്തിച്ച് ആ പ്രൊഡക്ഷൻ കമ്പനിയും സംവിധായകനും മുന്നോട്ട് വരികയും മമ്മൂട്ടി അത് കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ട് സമ്മതം മൂളുകയും ചെയ്തു കഴിഞ്ഞു, ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. എന്തായാലും ഈ വാർത്ത മമ്മൂട്ടി ആരാധകരെയും സിനിമാ പ്രേമികളെയും ഏറെ ആവേശത്തിൽ ആക്കിയിരിക്കുകയാണ്. ഏത് സിനിമയിലാണ് മമ്മൂക്ക ചെറുപ്പക്കാരനായി എത്തുവാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയില്ലെങ്കിലും പറഞ്ഞു കേൾക്കുന്ന വാർത്ത സത്യമാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഉടൻ തന്നെ ഈ ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മുടെ ചാനൽ പുറത്തുവിടുന്നതാണ്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും സിനിമാ ലോകത്തുനിന്നുള്ള മറ്റു വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വീഡിയോ കണ്ട ഏവർക്കും നന്ദി.